ഒരു കസേരയുടെ പേരിൽ തുടങ്ങിയ സന്ദീപ് വാര്യരുടെ പിണക്കം തീർക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ കോൺഗ്രസുകാർ സന്ദീപ് വാര്യരെ ത്രിവർണ്ണ ഷാളണിയിച്ച് സന്തോഷിപ്പിച്ചു. സന്ദീപ് വാര്യർ കോൺഗ്രസിനെതിരെ ഉയർത്തിയിരുന്ന വിമർശനങ്ങൾ ഓർമ്മിപ്പിച്ചും സ്നേഹത്തിന്റെ കടയിൽ എന്നും ഉണ്ടാകണമെന്ന ഉപദേശവുമായി കെ മുരളീധരനും രംഗത്തെത്തി. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ സങ്കടം ആർക്കൊക്കെയാണ്, സന്തോഷിക്കുന്നത് ആരൊക്കെയാണ്? എം അഫ്സൽ തയ്യാറാക്കിയ വാൽകഷ്ണത്തിലേക്ക്. എന്താ ഇപ്പൊ കോൺഗ്രസ്സുകാരൊക്കെ ഇങ്ങനെ വട്ടം കൂടിക്കണേ? ആരെ കാത്തുക്കാണല്ലോ. മുരളിയേട്ടാ, ഇന്ന് കോൺഗ്രസ്സുകാരെങ്കിലും വരുന്നുണ്ടോ? ഇവിടെ അല്ലെങ്കിൽ തന്നെ ഇവിടെ പ്രശ്നമുണ്ട്. മുരളിയേട്ടാ, സന്ദീപ് വാര്യരെയും തൂക്കി പിടിച്ചിട്ടാണല്ലോ വരവ്. നിങ്ങൾ മൂപ്പരെ കോൺഗ്രസിക്ക് എടുത്തോ? എന്തിനാ വെറുതെ സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വലിക്കും? ഒരു കസേരമ്മ തുടങ്ങിയ കരച്ചിലായിരുന്നു. അവസാനം ഒരു ഷാൾ അണിയിച്ചു കൊടുത്ത് സന്ദീപ് വാര്യരെ സുധാകരേട്ടനും സതീശേട്ടനും ചിരിപ്പിച്ചു. മുഹബത്ത് കാ ദുക്കാനിൽ സന്ദീപിന് വലിയ കസേരകൾ കിട്ടട്ടെ. സുരേന്ദ്രേട്ടന് കൊടുക്കാൻ പറ്റാത്ത കസേരകള് കോൺഗ്രസ്സുകാര് സന്തോഷത്തോടെ സന്ദീപേട്ടന് കൊടുക്കണം. ഒരു കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയിരിക്കുകയാണ്. ഏതായാലും ഒരു ഷാള് കിട്ടിയപ്പോ തന്നെ സന്ദീപ് വാര്യര് ലോകം കീഴടക്കിയ സന്തോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ് ഞാൻ, സന്തോഷത്തിലാണ് ഞാൻ. അപ്പൊ എത്ര ഇടങ്ങാറായിട്ടുണ്ടാവും അവിടെ. വീർപ്പ് മുട്ടി കഴിയേണ്ട അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. വീർപ്പ് മുട്ടി അവസാനം കസേരക്ക് വേണ്ടി അടികൂടാത്ത ആ കടയിൽ സന്ദീപേട്ടൻ എത്തി. സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. അപ്പൊ സുരേന്ദ്രേട്ടാ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ കടയില് മൂപ്പർക്ക് കസേര റെഡി ആയിക്കണു. ആയിക്കോട്ടെന്ന് സന്ദീപ് വാര്യരെ മുറുകെ പിടിക്കാൻ ഞാൻ സുധാകരനോടും സതീശനോടും വീണ്ടും അഭ്യർത്ഥിക്കുക. അത്ര പിടിച്ചാ പോരെ? കൈ ഉറപ്പിച്ച് പിടിക്കണം. കുറച്ച് സ്നേഹവും കുറച്ച് കരുതലും, ഇത് രണ്ടും കിട്ടിയിരുന്നെങ്കിൽ ആ പാവം സന്തോഷത്തോടെ അവിടെ ഇരുന്നീന്നു. ഉത്തര വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ആയിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏറെക്കാലം സ്നേഹവും കരുതലും ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റ്. കുറെ പ്രതീക്ഷിച്ചു. അല്ല, ആരാപ്പ നിങ്ങൾക്ക് ഒരിറ്റ് സ്നേഹം തരാതെ ഇങ്ങനെ വീർപ്പ് മുട്ടിച്ചത്? ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവുമാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നീണാൾ വാഴട്ടെ എന്ന് ഞാൻ ആശംസിക്കാം. ഓ സന്ദീപേട്ടാ, പഴയ പ്രസിഡന്റിന്റെ ആശംസ നിങ്ങൾക്ക് കിട്ടിക്കണു. ഇനിയിപ്പോൾ നമ്മൾ വേണ്ടത് പഴയ ആശയങ്ങൾ വലിച്ചെറിഞ്ഞ് പുതിയ ആശയങ്ങൾ ഒരൊറ്റടിക്ക് തോളിക്കയറ്റണം. എന്നാ തുടങ്ങിക്കോളി. കോൺഗ്രസിന്റെ ആശയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആശയമാണ്. ആ ഇന്ത്യയുടെ ആശയം ഇന്ത്യയിൽ ജനിച്ചു വീണ ഓരോ കുട്ടികളുടെയും DNA ഉള്ളതാണ്. അത് പ്രത്യേകമായി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. ഹൗണ്ടാടാ, ഇതിങ്ങട്ട് കേട്ടപ്പണ്ട് ഒരാള് പാട്ടും പാടി ഇങ്ങനെ വരുന്നു. വെറും 15 നാഴിക മാത്രം. അല്ല മുരളിയേട്ടാ, നിങ്ങൾ ഫേസ്ബുക്കിൽ പാട്ടിട്ട് ഇങ്ങനെ നടന്നോ? സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു. നിങ്ങളെ സ്റ്റേജിലൊന്നും കണ്ടില്ലല്ലോ. നിങ്ങളിത് അറിഞ്ഞിട്ടില്ലേ? ഞാൻ ഇന്നിപ്പോ ടിവിയിൽ കണ്ടു അങ്ങനെ കോൺഗ്രസിലേക്ക് വന്നു. അത് ശരി, കോൺഗ്രസിന്റെ എത്രയും വലിയ നേതാവായിട്ട് നിങ്ങളിത് TV കണ്ടപ്പോൾ അറിഞ്ഞേ? അപ്പൊ നിങ്ങളോട് ആരും ഇതിനെ പറ്റിയൊന്നും ആലോചിച്ചില്ലേ? അതിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. അല്ല, എന്താ ആലോചിക്കണ്ടെന്ന്? ഒരു ബന്ധം തുടങ്ങല്ലേ, നിങ്ങൾ ആലോചിക്കും. അദ്ദേഹത്തിന്റെ പഴയകാല ചരിത്രം ഇനിയിപ്പോ അതൊക്കെ ആലോചിക്കാനല്ലേ പറ്റുള്ളൂ. പാർട്ടി മൂപ്പരെ ഏറ്റെടുത്തു. പക്ഷെ നിങ്ങൾ ധൈര്യമായിട്ട് വെട്ടി തുറന്ന് പറയുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങൾ പറയും. അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഗാന്ധിനെ കൊന്നതല്ല, വെടികൊണ്ടപ്പം മരിച്ചാന്ന് മുമ്പ് പറഞ്ഞു. ആഹാ, അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ഓർമ്മ ഉണ്ട്. വെറുതെ അല്ല നിങ്ങൾ ഷാളണിയിക്കാൻ പോവാതിരുന്ന്. കാരണം അത്രയേറെ അദ്ദേഹം രാഹുൽ ഗാന്ധിയൊക്കെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളാണ്. ഇനി സതീശേട്ടനും സുധാകരേട്ടനും വാര്യരെ കണ്ടപ്പോൾ മറന്നതും മുരളീധരേട്ടന് മറക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ചില കഥകളുടെ കെട്ടൈക്കലാണ്. ഭാരത് ജോഡോ യാത്ര നടത്തേണ്ടത് കാശ്മീരിലേക്കല്ല, ആൻഡമാൻ നിക്കോബാറിലേക്കാണ്. അവിടെ സവർക്കറെ തടവിൽ പാർപ്പിച്ച മുറിയിൽ പോയി നമസ്കരിച്ച് ക്ഷമാപണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ. ഇത് മാത്രല്ലേ ഉള്ളൂ? ഇതിപ്പോ ഷാളൊക്കെ അണിയിച്ചു മൂപ്പരെ. ഇനിയിപ്പോ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തത് വേറെ ഉണ്ടോ? ശ്രീ രാഹുൽ ഗാന്ധിയെ ചികിത്സാർത്ഥം കോട്ടയ്ക്കൽ അഡ്മിറ്റ് ചെയ്തപ്പോ കോട്ടയ്ക്കലല്ല കുതിരവട്ടത്താണ് അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആളാണ്. അതായത് രാഹുൽ ഗാന്ധിനെ കുതിരവട്ടത്ത് കൊണ്ടാക്കണം എന്ന് പറഞ്ഞ ആൾക്കാണ് ഇന്ന് ഷാൾ അണിയിച്ചു കൊടുത്തത് എന്ന്. അല്ല, എന്താ ഇപ്പം നമ്മൾ ഇതിന് ചെയ്യുക? നിങ്ങളായിട്ട് ഇനി ഒച്ചയും പുളിയൊന്നും ഉണ്ടാക്കണ്ട. അവിടുന്ന് ഒരു കസേര കിട്ടായിട്ട് പോകുന്നതാണ്. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ. അല്ല, അത് പറഞ്ഞോളി. എന്തേലും ഉപദേശിക്കാണ്ടെങ്കിൽ അതും ചെയ്തോളി. അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിന്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോകരുത്. അതായത് ഈ കടയിൽ നിന്ന് ചിലപ്പോൾ ചായ കിട്ടും, ചിലപ്പോൾ ചായ കിട്ടൂല. ചിലപ്പോൾ കിട്ടിയ ചായ മുറിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അടുത്ത കടയ്ക്ക് ചാടരുത് എന്ന്. ഈ സ്നേഹത്തിന്റെ കടയിലെ മെമ്പർഷിപ്പ് നിലനിർത്തണം. മുരളിയേട്ടന്റെ ഈ കഥകളൊക്കെ കേട്ടപ്പോൾ ഒരെടാപോടാ ബന്ധത്തിന്റെ കഥയും പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നു. അല്ല, എന്തെങ്കിലും സന്ദീപ് വാര്യർ വന്നിട്ട് നിങ്ങൾക്ക് സന്തോഷമൊന്നുമില്ലേ? സന്തോഷമാണ്. വ്യക്തിപരമായി ഒരു എതിരാളി നഷ്ടപ്പെട്ട വിഷമമുണ്ട്.
ഇക്കണക്കിന് പോയാൽ പാലക്കാട് ഒരു 10 ദിവസം കൂടെ ഇനിയും തെരഞ്ഞെടുപ്പ് നീട്ടിയാൽ ആരുടെയൊക്കെ തോളിൽ പിടിച്ചിട്ടാണ് അവിടുന്ന് തിരിച്ചു വരിക എന്ന് ആലോചിക്കാൻ പോലും പറ്റണില്ല.